ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല സോസേജ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസ് ഡിഷാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. വേറെ ഒന്നുമില്ല, ഒരു സവോള, 3-4 വെളുത്തുള്ളി, 2 അല്ലി പച്ചമുളക്, സോസേജ്, കളർ പെപ്പേഴ്സ്, ഇത്രയും മതി. ഇനിയിപ്പോൾ നമ്മളൊരു പാനിൽ ബട്ടറും അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കണം. ഓയിലും കൂടെ ഒഴിക്കുന്നത് എന്തിനാ? ബട്ടർ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ ഓയിലും മതി. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയാൽ മതി. അങ്ങനെ ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് ലൈറ്റായിട്ട് അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി അത് കടിക്കാൻ കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോസേജസ്, ചിക്കൻ സോസേജാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് സോസേജസിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ബട്ടറിലും സവോളയിലും കിടന്ന് അതിനെ ഒന്ന് കുക്കാക്കണം. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ടേ അത് കുക്കാവുള്ളൂ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് മീഡിയം ഹീറ്റിലിട്ട് തന്നെ കുക്ക് ചെയ്യാം. അത് കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിപ്പം ചുമന്ന കളറിലെയും മഞ്ഞ കളറിലെയും ക്യാപ്സിക്കമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഗ്രീനും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അധികം അതിനെ കുക്ക് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ആ ക്രഞ്ചി ആയിട്ടിരിക്കണം, ആ പെപ്പേഴ്സ് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ പെപ്പേഴ്സൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്, അധികം അങ്ങനെ മൂത്ത് ആയിട്ടില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടൊമാറ്റോ മിക്സിയിൽ അടിച്ചത്, അതായത് ഫ്രഷ് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 1.5 ടൊമാറ്റോ വെറുതെ മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ആ ടൊമാറ്റോ പേസ്റ്റും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച അരി, ബസ്മതി റൈസ്, അതായത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസാണ്. റൈസും കൂടെ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ടോസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു 1 പോട്ട് മീലായിട്ട് നമുക്ക് കഴിക്കാം. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഒരു സാലഡ് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഗാർണിഷായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ മുകളിൽ തൂവി എടുത്താൽ പെർഫെക്റ്റായി.